പ്രൈസ് ലോർഡ്. തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മീഡിയ മിഷനിലൂടെ ഈ നല്ല സമയം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അനുഗ്രഹീത വേദഭാഗം ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിൻ്റെ 32-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയരെ, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷ ഭാഗങ്ങളിലെ ഉപമകളിൽ എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാറ്റിനകത്തും സ്വർഗീയ മർമ്മം മറഞ്ഞു കിടക്കുന്നുണ്ട്, സ്വർഗീയ സാദൃശ്യം മറഞ്ഞു കിടക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം മറഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു തോട്ടക്കാരൻ്റെ കരുതലും പരിപാലനവും മറഞ്ഞു കിടപ്പുണ്ട്, ഒരു ഇടയൻ്റെ കരുതലും മറഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ഓരോ ഉപമകൾക്കകത്തും നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് ഉപമകളായും സാദൃശ്യങ്ങളായിട്ടും ദൃഷ്ടാന്തങ്ങളായിട്ടും ഒക്കെ നമ്മളെ ഓരോ നാളും പഠിപ്പിച്ചു. 4 സുവിശേഷങ്ങളിലൂടെ നമ്മെ ഈ സകലതും ബോധ്യപ്പെടുത്തിയ ശേഷം കാൽവരി കുരിശിൽ കർത്താവ് മരിക്കുന്ന സമയം കൊണ്ട് എല്ലാം തന്നെ നമുക്ക് മുന്നോട്ട് ജീവിപ്പാൻ വേണ്ടതെല്ലാം തന്നിട്ട് പരിശുദ്ധാത്മാവിനെയും പിന്നത്തേതിൽ നമുക്ക് തരുവാൻ തക്കവണ്ണം വാഗ്ദത്തത്തെ ഉറപ്പിച്ചിട്ടാണ് കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ക്രൂശിൽ മരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് 15-ാമത്തെ അധ്യായത്തിൻ്റെ ലൂക്കോസ് വിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതലാണ് ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നുവെന്നും അതിൽ ഒരു പുത്രൻ തനിക്ക് കിട്ടേണ്ടുന്ന പിതാവിൻ്റെ എല്ലാ ധനവും തനിക്ക് കിട്ടേണ്ടുന്ന ഓഹരി എല്ലാം വാങ്ങിയിട്ട് വീട് വിട്ട് പുറത്തുപോയി. താൻ ആ വീട് വിട്ട് പുറത്തുപോയി താൻ ആ കയ്യിലിരുന്നതൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അനുഭവത്തെയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 മക്കളിൽ ഒരുവൻ തൻ്റെ ആ അപ്പൻ്റെ ഇളയവനായി താൻ അപ്പനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൻ തന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ആ വസ്തുവിലുള്ളതെല്ലാം വിറ്റ് അതിൻ്റെ പങ്കൊക്കെ മേടിച്ച് താൻ പുറത്തേക്ക് പോയി. പുറം ലോകം, ഈ ലോകം അവനെ പെട്ടെന്ന് കയ്യിൽ ഏറ്റെടുത്തു. കാരണം അവൻ്റെ കയ്യിൽ ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് പലതും ഉള്ളത് കൊണ്ട് ഈ ലോകം അവന് വേഗം കൈയേറ്റു. ആ ലോകത്തിലേക്ക് അവൻ കാലുവച്ചിറങ്ങിയപ്പോൾ അവന് സുഖത്തും സന്തോഷവും സുഖഭോഗങ്ങളും ഒക്കെ കിട്ടി. വേഗത്തിൽ അവൻ്റെ കയ്യിലിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. അവൻ ഏറ്റവും ദരിദ്രനും ഏറ്റവും പ്രാകൃതനുമായി തീർന്നത് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. ഒടുവിൽ അവന് തീരുമാനമെടുത്തു, പന്നിക്ക് കൊടുക്കുന്ന ആ ഒന്നിനും കൊള്ളാത്ത പന്നി തിന്നുന്ന ആഹാരം പോലും അവന് കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ അലഞ്ഞു നടക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ കൈവിട്ടു, പിന്നാലെ കൂടിയവർ കൈവിട്ടു, ആരും തന്നെ സഹായിക്കാതായി. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന സകലരും വിട്ടുപോയപ്പോൾ അവൻ മടങ്ങി വരുന്നൊരു കാഴ്ച കാണാൻ പറ്റും. മടങ്ങി വന്നിട്ട് ഹല്ലേലൂയ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പിതാവിനോട് പറയാൻ അനുതപിച്ചിട്ട മകൻ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപ നോക്കണേ, സ്നേഹം നോക്കണേ. ആ അപ്പൻ മകനെ സ്നേഹിക്കുന്നൊരു സ്നേഹം. ആ അപ്പൻ മകൻ്റെ വരവ് ദൂരെ നിന്നേ കണ്ടിട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എന്നാൽ അപ്പൻ മകൻ്റെ വാക്കിനല്ല വില കൊടുത്തത്, അപ്പൻ്റെ സ്നേഹത്തിനാണ് വില കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തള്ളപ്പെട്ടു പോകത്തക്ക വണ്ണം അയോഗ്യതകളുടെ ആഴക്കയങ്ങളിൽ വീണുപോയ നമ്മെ 2020 വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞു വന്ന് നമ്മളെ ആ
സകല മാലിന്യങ്ങളും നമ്മളിൽ നിന്ന് നീക്കി കഴുകി നമ്മെ ശുദ്ധീകരിപ്പാൻ ഈ ലോകത്തിൽ ഒന്നുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ലാത്ത പാപക്കറകൾ നമ്മൾ കിടന്നപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് യാഗമായി, പരമയാഗമായി തൻ്റെ തിരുനീണ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടിയിട്ട് ഒഴുക്കി ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് തൻ്റെ മാർവിൽ ചേർത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെ വായിച്ചത് നമ്മൾ ഇങ്ങനെയാണ്. 32-ാമത്തെ വാക്യം, നിന്റെ ഈ സഹോദരൻ, ഹല്ലേലൂയ, സ്വർഗത്തിലൊരു മഹാസന്തോഷമുണ്ട് നമ്മൾ മടങ്ങി വരുമ്പോൾ, സ്വർഗത്തിലൊരു മഹാ ആനന്ദഘോഷമുണ്ട് നമ്മൾ മടങ്ങി വരുമ്പോൾ. ആ വലിയ സന്തോഷം, ആ വലിയ മഹാനന്ദഘോഷമാണ് നമ്മളവിടെ കേൾക്കുന്നത്. ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, മടങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മടങ്ങി വന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരിക്കൽ കൂടി അവസരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്നിരിക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കൈവിട്ട് അകലെ പോയവരെല്ലാം ഞങ്ങളെല്ലാം മടങ്ങി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസങ്ങൾ ഒരുക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സമയത്ത് ഈ സന്ദേശം എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുവരാൻ ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.